നെഹെമിയ അധ്യായം 11. ജെറുസലേം നിവാസികൾ. ജനനേതാക്കൾ ജെറുസലേമിൽ താമസിച്ചു. ശേഷിച്ചവർ വിശുദ്ധ നഗരമായ ജെറുസലേമിൽ 10-ൽ ഒരാൾ വീതവും ഇതര പട്ടണങ്ങളിൽ 10-ൽ 9 വീതവും താമസിക്കാൻ നറുക്കിട്ട് തീരുമാനിച്ചു. ജെറുസലേമിൽ താമസിക്കാൻ സ്വമേധയാ തയ്യാറായവരെ ജനം അഭിനന്ദിച്ചു. ഇസ്രായേൽ ജനവും പുരോഹിതന്മാർ, ലേവ്യർ, ദേവാലയ ശുശ്രൂഷകർ, സോളമൻ്റെ ദാസന്മാരുടെ പിൻഗാമികൾ എന്നിവർ യൂദാ നഗരങ്ങളിൽ സ്വന്തം സ്ഥലത്ത് താമസിച്ചു. ജെറുസലേമിൽ വസിച്ച പ്രമുഖന്മാർ യൂദായുടെയും ബെഞ്ചമിൻ്റെയും ഗോത്രത്തിൽപ്പെട്ടവരാണ്. യൂദാ ഗോത്രത്തിൽ നിന്ന് ഉസിയായുടെ പുത്രൻ അതായ, ഉസിയ സക്കറിയായുടെയും, സക്കറിയ അമരിയായുടെയും, അമരിയ ശെഫാത്തിയായുടെയും, ശെഫാത്തിയ മഹലലേലിൻ്റെയും, മഹലലേൽ പെരേസിൻ്റെയും പുത്രന്മാർ. ബാറൂക്കിൻ്റെ പുത്രൻ മാസേയ, ബാറൂക്ക് കൊൽഹോസയുടെയും, അവൻ ഹസായായുടെയും, ഹസായ അദായായുടെയും, അവൻ യൊയാറിബിൻ്റെയും, യൊയാറിബ് ശീലോന്യനായ സക്കറിയായുടെയും പുത്രന്മാരായിരുന്നു. പേരസിൻ്റെ കുടുംബത്തിൽപ്പെട്ട 468 ധീരന്മാർ ജെറുസലേമിൽ പാർത്തു. ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് മെശുല്ലാമിൻ്റെ പുത്രൻ സല്ലു, മെശുല്ലാം യോബേദിൻ്റെയും, യോബേദ് പെദായായുടെയും, പെദായ കൊലായായുടെയും, കൊലായ മാസേയായുടെയും, മാസേയ ഇത്തിയേലിൻ്റെയും, ഇത്തിയേൽ യെശായായുടെയും പുത്രന്മാരായിരുന്നു. സല്ലുവിനോടൊപ്പം അടുത്ത ചർച്ചക്കാരായ ഗബ്ബായി, സല്ലായി എന്നിവരും ആകെ 928 പേർ. സിക്രിയുടെ പുത്രൻ ജോയേലാണ് അവരുടെ ചുമതല വഹിച്ചത്. ഹസേനുവായുടെ പുത്രൻ യൂദ ആയിരുന്നു നഗരത്തിൽ രണ്ടാമൻ. പുരോഹിതന്മാരിൽ യോയാറിബിൻ്റെ പുത്രൻ യെദായ, യാക്കീൻ ഹിൽക്കിയായുടെ പുത്രൻ സെറായാം. ഹിൽക്കിയ മെശുല്ലാമിൻ്റെയും, മെശുല്ലാം സാദോക്കിൻ്റെയും, സാദോക്ക് മെറായോത്തിൻ്റെയും, മെറായോത്ത് ദേവാലയ ഭരണാധികാരിയായ അഹിത്തൂബിൻ്റെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ജോലി ചെയ്തിരുന്ന അവരുടെ ചർച്ചക്കാർ 822 പേർ. യെറോഹാമിൻ്റെ പുത്രൻ അദായ, യെറോഹാം പെലാലിയായുടെയും, പെലാലിയ അംസിയുടെയും, അംസി സക്കറിയായുടെയും, സക്കറിയ പാശൂറിൻ്റെയും, പാശൂർ മൽക്കിയായുടെയും പുത്രന്മാരായിരുന്നു. അദായായുടെ ചർച്ചക്കാരായ കുടുംബത്തലവന്മാർ 242. അസറേലിൻ്റെ പുത്രൻ അമശസായി, അസറേൽ അഹസിയായുടെയും, അഹസായി മെശില്ലോമോത്തിൻ്റെയും, മെശില്ലോമോത്ത് ഇമ്മറിൻ്റെയും പുത്രന്മാരായിരുന്നു. അവരുടെ ശൂരപരാക്രമികളായ ചാർച്ചക്കാർ 128 പേർ. അവരുടെ നേതാവ് ഹഗേദോലിൻ്റെ പുത്രൻ സബ്ദിയേലായിരുന്നു. ലേവ്യരിൽ നിന്ന് ഹാശൂബിൻ്റെ പുത്രൻ ഷെമായ, ഹാശൂബ് അസ്രിക്കാമിൻ്റെയും, അസ്രിക്കാം ഹഷാബിയായുടെയും, ഹഷാബിയ ബിന്നിയുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിന് പുറമെയുള്ള ജോലികളുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ലേവ്യ പ്രമുഖരായ ശബേഥായിയും യോസാബാദുമാകുന്നു. സ്തോത്രപ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിച്ചിരുന്നത് ആസാഫിൻ്റെ പുത്രനായ സബ്ദിയുടെ പുത്രൻ മികായുടെ പുത്രനായ മത്താനിയ രണ്ടാമൻ, ബക്ബുക്കിയ യദുഥൂനിൻ്റെ പുത്രനായ ഗലാലിൻ്റെ പുത്രൻ ഷമ്മൂവായുടെ പുത്രനായ അബ്ദ. വിശുദ്ധ നഗരത്തിൽ ആകെ ലേവ്യർ 284. വാതിൽക്കാവൽക്കാരായ അക്കൂബും തൽമോനും അവരുടെ ചർച്ചക്കാരും കൂടി 172 പേർ. ബാക്കിയുള്ള ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും യൂദാ നഗരങ്ങളിൽ താന്താങ്ങളുടെ അവകാശഭൂമികളിൽ താമസിച്ചു. എന്നാൽ ദേവാലയ ശുശ്രൂഷകർ ഓഫേലിൽ താമസിച്ചു. സീഹായും ഗിഷ്പായും അവരുടെ മേൽനോട്ടം വഹിച്ചു. ബാനിയുടെ പുത്രനായ ഉസിയാണ് ജെറുസലേമിലെ ലേവ്യരുടെ മേൽനോട്ടം വഹിച്ചത്. ബാനി ഹഷാബിയായുടെയും, ഹഷാബിയ മത്താനിയായുടെയും, മത്താനിയ ദേവാലയത്തിൽ ഗാനശുശ്രൂഷ നടത്തിയിരുന്ന ആസാഫിൻ്റെ കുടുംബത്തിൽപ്പെട്ട മിക്കായുടെയും പുത്രന്മാരായിരുന്നു. ദേവാലയത്തിൽ ദിവസം തോറുമുള്ള ഗാനശുശ്രൂഷകരുടെ തവണ ഓരോ ഗണത്തിനും രാജാവ് നിശ്ചയിച്ചു കൊടുത്തു. യൂദായുടെ പുത്രനായ സേറായുടെ പുത്രൻ മെഷേസാബേലിൻ്റെ പുത്രനായ പെത്താഹിയ ജനത്തെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും രാജാവിൻ്റെ ഉപദേഷ്ടാവായിരുന്നു. യൂദായിൽപ്പെട്ട ചിലർ കിരിയാത്തർബ, ദിബോൺ, യക്കാബ്സേൽ എന്നീ നഗരങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, യെശുവ, മൊളാദ, ബത്ത് പെലേത്ത്, ഹസാർ ഷുവാൽ, ബേർഷെബ അതിൻ്റെ ഗ്രാമങ്ങൾ, സിക്ലാഗ്, മെക്കോന അതിൻ്റെ ഗ്രാമങ്ങൾ, എൻഡിമോൻ, സോറ, യാർമൂത്ത്, സനോവ, അദുല്ലാം എന്നീ പട്ടണങ്ങൾ, അവയുടെ ഗ്രാമങ്ങൾ, ലാഹീഷ് അതിൻ്റെ വയലുകൾ, അസേക്ക അതിൻ്റെ ഗ്രാമങ്ങൾ എന്നിവിടങ്ങളിൽ വസിച്ചു. അങ്ങനെ അവർ ബേർഷെബ മുതൽ ഹിന്നോം താഴ്വര വരെ വാസമുറപ്പിച്ചു.
ബെഞ്ചമിൻ ഗോത്രജ്ഞർ ഗേബ, മിക്മാഷ്, അയ്യ, ബഥേൽ അതിൻ്റെ ഗ്രാമങ്ങൾ, അനാത്തോത്ത്, നോബ്, അനാനിയ, ഹാസോർ, റാമ, ഗിത്തായിം, ഹദീദ്, സെബോയിം, നെബല്ലാത്ത്, ലോദ്, ശില്പികളുടെ താഴ്വരയായ ഓനോ എന്നിവിടങ്ങളിൽ പാർത്തു. യൂദായിലെ ചില ലേവ്യഗണങ്ങൾ ബെഞ്ചമിനോട് ചേർന്നു.